എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 171 മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. യുവാഗുഹീ ശജീനാം യുവാഗു സുമദീനാം ഭൂയാമവാജദാവനം ദാവനാം. അന്വയം: ഹി ശജീനാം യുവാഗു തഥാ സുമദീനാം യുവാഗു തസ്മൽ കാരണാൽ ഹേ ഇന്ദ്രാവരുണൗ യഥാവിധം ഹവി സ്വീകുർവതോ യുവയോ പ്രസാദാൽ വയം. ഇതാണ് അന്വയം. വാജദാവനം ഭൂയാമ. ഹി ഇഹേതുവാൽ ശജീനാം ഞങ്ങളുടെ ഈ കർമ്മത്തെ സംബന്ധിക്കുന്നതായ യാഗവേദിയിൽ സോമരസം സമർപ്പിക്കുന്നതായിട്ടുള്ള ഹവിസ് സമർപ്പിക്കുന്നതായിട്ടുള്ള കാര്യത്തെപ്പറ്റി യുവാഗു വസതീവരി ഏകദന എന്നീ അഭിമന്ത്രിത ജലങ്ങളാലും മന്ത്രഭൂത ജലങ്ങളാലും പാൽ തൈര് മുതലായ ദ്രവ്യങ്ങളാലും ചേർന്ന സുമതീനാം പണ്ഡിതന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ഋത്വിക്കുകൾ യുവാഗു നാനാവിധത്തിലും സ്തുതിക്കപ്പെടുന്നവരുമായി ചേർന്ന് ആ കാരണത്താൽ വാജദാവനാം അന്നദാതാക്കളായ പുരുഷന്മാരുടെ ഇടയിൽ പ്രമുഖന്മാരായി ഭവിക്കണം. ഭൂയാമ ഭവിക്കേണം എന്നർത്ഥം. അർത്ഥം: അല്ലയോ ഇന്ദ്രാവരുണന്മാരെ, ഞങ്ങളുടെ യാഗകർമ്മങ്ങളിൽ സോമരസമായ ഹവിസ്, വസതീവരി, ഏകധന എന്നീ മന്ത്രഭൂത ജലങ്ങളാലും, മന്ത്രം ജപിച്ച് സമർപ്പിക്കുന്നതായ ജലം എന്നർത്ഥം, പാൽ തൈര് മുതലായ ഹോമദ്രവ്യങ്ങളാലും മിശ്രിതമായിട്ടുള്ളതുപോലെ മഹാജ്ഞാനികളും വേദപണ്ഡിതന്മാരുമായിട്ടുള്ള ഋത്വിക്കളുടെ ഉത്കൃഷ്ടമായ സ്തോത്രങ്ങളാലും മന്ത്രങ്ങളാലും കലർന്നതുപോലെ നിങ്ങൾ അങ്ങനെ സംസ്കരിച്ച സോമരസരൂപമായിട്ടുള്ള ഹവിസ് സ്വീകരിക്കുന്നത് പോലെ സ്തുതികളാലും സമർപ്പണ ദ്രവ്യങ്ങളാലും പ്രസാദിച്ചിട്ട് സന്തോഷിച്ചിട്ട് സംപ്രീതരായിട്ട് ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. നിങ്ങൾ പ്രസാദിച്ച് അനുഗ്രാഹകപൂർവം ധാരാളം ധനധാന്യ സമ്പത്തുക്കൾ തരുന്നവരുടെ മുമ്പിൽ തന്നെ ഞങ്ങളും ഉണ്ടാവണം. അതായത് ഞങ്ങൾക്കും അതുപോലെ തരണം എന്നർത്ഥം. ഞങ്ങളെയും അല്ലയോ ഇന്ദ്രാവരുണന്മാരെ, നിങ്ങൾ അഗ്രഗണനീയന്മാരായിട്ട് തന്നെ കരുതണം. ഞങ്ങൾക്ക് അനുഗ്രഹിച്ചിട്ട് ധനധാന്യ സമ്പത്തുക്കൾ നൽകി ഞങ്ങളുടെ ദാരിദ്ര്യങ്ങളെ ഇല്ലാതാക്കി തരണം എന്നാണ് ഈ മന്ത്രത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.